പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നിലവിൽ കേരള ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രഹനാഥൻ ആരാണുള്ളത് അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതില് ഒളിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കണം. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഒന്ന്, ഇന്ത്യയിലുള്ള ഒരാള് നമ്മുടെ നാട്ടിലെ പുറത്ത് താമസിക്കുമ്പോൾ അങ്ങനെ ഒരാളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ബാംഗ്ലൂരോ ചെന്നൈയിലോ വർക്ക് ചെയ്യണമെന്ന് കരുതിക്കോളി. അപ്പൊ BLO നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവോ? നമ്മൾ അവിടെ ഇല്ല. പക്ഷെ നമ്മൾ ഇന്ത്യയിലുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഗ്രഹനാഥൻ ഒപ്പിട്ട് കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മളൊരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രഹനാഥൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഒപ്പിട്ട പേപ്പർ ബൂത്ത് ലെവൽ ഓഫീസർ അതിൽ എഴുതി വെക്കും, എന്താണ്, നോൺ റെസിഡൻസ് ഇന്ത്യൻ, ഇന്ത്യയിൽ താമസിക്കാത്ത ഇന്ത്യൻ. അപ്പൊ അങ്ങനത്തെ ഒരു നിലവിൽ വരുമ്പോ സമയത്ത് അവരെന്ത് ചെയ്യും, അത് സബ്മിറ്റ് ചെയ്യും. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവർക്ക് വേണമെങ്കിൽ തള്ളാം, അല്ലെങ്കിൽ എടുക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ നിയമപ്രകാരം 6 ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നുണ്ടോ അവര് നിർബന്ധമായി കൊടുക്കേണ്ട ഫോമാണ് 6A 6A ഫോം. 6A ഫോം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആ ലിങ്കിൽ പോയി കഴിഞ്ഞ് നിങ്ങളെ ഇമെയിൽ ID പാസ്വേഡും കൊടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ്പോർട്ടിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കുക. നാട്ടിലുള്ള നിങ്ങളെ മണ്ഡലം, പഞ്ചായത്ത്, വില്ലേജ് ഇതെല്ലാം കൊടുത്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അഡ്രസ്സ് ഒക്കെ ഓക്കെ ആണെന്ന് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് എടുക്കുക. പ്രിന്റ് അല്ല, അത് PDF ആയിട്ട് എടുക്കുക, നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് പ്രിന്റ് ചെയ്ത ആ കോപ്പി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ BLO വരുന്ന സമയത്ത് നിങ്ങളെ വീട്ടുകാരോട് ആ 6A ഫോം കൊടുക്കാൻ പറയും. ആ 6A ഫോം എന്ന് പറഞ്ഞാൽ ഓവർസീസ് ഇലക്ടർ ഫോം എന്നാണ് പറയുക. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളുടെ ഫോം. ആ ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ തള്ളാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പുറത്ത് താമസിക്കുന്ന ആളുകൾ കൊടുക്കേണ്ട ഫോം അതാണ്. ഇനി ഉദാഹരണത്തിന് നമ്മൾ ഫോം എല്ലാം കൊടുത്തു, എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് BLO വന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവര് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ യാതൊരു റൈറ്റും ഇല്ല. എന്താ കാരണം? അവര് നോക്കിയിട്ട് എൻക്വയറിയിൽ എഴുതും, ഇദ്ദേഹം ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്നില്ല. ഇന്ത്യയിൽ താമസിക്കാത്ത ആളുകൾ കൊടുക്കേണ്ട ഫോം നമ്പർ ഏതാണ്? 6A ഫോം. അത് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ തള്ളി. അങ്ങനെ തള്ളിയെങ്കിൽ നമുക്ക് എന്തുണ്ട്, ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മളെ പേരുണ്ടാവില്ല. അപ്പൊ നമ്മളോട് പറയും, നിങ്ങൾ പ്രവാസി ആയതുകൊണ്ട് തള്ളിയതാണ്, നിങ്ങൾ ഫോം 6A ഫില്ല് ചെയ്ത് കൊടുത്തോളൂ എന്നാണ്. നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവർ വെരിഫൈ ചെയ്ത് ഓക്കെ ആക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ആഴ്ച സമയം എടുക്കും. ഈ 3 ആഴ്ച സമയം എടുക്കുമ്പോഴേക്കും ഔദ്യോഗിക വോട്ടർ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചേർക്കാൻ കഴിയല് അടുത്ത 2026 ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് വോട്ടർ ലിസ്റ്റ് വരുന്നത്. SR എന്നാണ് പറയുന്നത് വോട്ടർ ലിസ്റ്റിൽ. അപ്പൊ നമുക്ക് ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ SIRന്റെ ഉള്ളിലുള്ള നിഗൂഢത നമുക്കറിയാലോ. മാക്സിമം ആളുകൾ അവർ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്, നിയമപരമായിട്ട് ഒഴിവാക്കാൻ ചാൻസ് ഉള്ളതാണ് പ്രവാസികളെ. കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് കുറെ അറിവുകളും പൊളിറ്റിക്കലി നോളജ് ഉള്ളത് കൊണ്ടും അവരെ നിയമപരമായി അല്ലാതെ ഒഴിവാക്കാൻ കഴിയില്ല. നിയമപരമായിട്ട് അവർക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 6A ഫോം ഫില്ല് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒഴിവാക്കാം. അതേ സമയത്ത് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ ഈ 6A ഫോമിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു അക്നോളജ്മെന്റ് ഉണ്ട്. അതിൽ എഴുതിയിട്ടുണ്ടാവും, BLO എഴുതി ഒപ്പിടും, ഇയാള് ഓവർസീസ് ഇലക്ടറിന്റെ ലിസ്റ്റിലാണ്. അപ്പൊ നമുക്ക് വോട്ടർ ലിസ്റ്റിൽ 2 ലിസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളെ ലിസ്റ്റും, 2 ഓവർസീസ് ലിസ്റ്റും. നമ്മൾ ഓവർസീസ് ലിസ്റ്റിൽ വരും. അതുകൊണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാൻ ഇപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ ലിങ്ക് അയക്കാം. ഞാൻ 6A ഫോം ഫില്ല് ചെയ്ത് എന്റെ ഫോമും അയക്കാം. നിങ്ങളെ ഷെയർ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും സേഫ് സൈഡിൽ നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ 6A ഫോം ഫില്ല് ചെയ്യാം. അതിന്റെ ഒരു PDF നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് പ്രിന്റ് ചെയ്തിട്ട് അവിടെ വെക്കാൻ പറയാം. നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവര് വിദേശത്താണുള്ളത്, ഇതാണ് അവരെ ഫോം എന്ന് കൊടുക്കുക, കൂടെ പാസ്പോർട്ടിന്റെ കോപ്പിയും കൊടുക്കുക. ഒരു കാരണവശാലും നമ്മളെ തള്ളില്ല. അതേ സമയത്ത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവർ പറയാണ്, നിങ്ങൾ BLO പോയി വെരിഫൈ ചെയ്ത ആളുകൾ അവർ അവിടെ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലുള്ള ആളുകൾ, മുതിർന്ന ആളുകൾ ഉൾപ്പെട്ടാൽ മതി. ഇന്ത്യയിലല്ലാത്ത ആളുകൾ
ഫോം 6A തരാത്ത ആളുകളെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോയിട്ട് കാര്യമില്ല. അപ്പൊ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.